നടൻ നിവിൻ പോളിക്കെതിരെ വഞ്ചനാകുറ്റത്തിന് കേസെടുത്ത് പോലീസ്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രത്തിൽ വഞ്ചന നടന്നു എന്നാരോപിച്ച് നിർമ്മാതാവ് PS ഷംനാസ് ആണ് പരാതി നൽകിയത്. ഷംനാസിൽ നിന്ന് 1,95 ലക്ഷം രൂപ വാങ്ങി സിനിമയുടെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നാണ് പരാതി. സംവിധായകൻ എബ്രിഡ് ഷൈനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കണക്കുകൾ പോളി ജൂനിയർ കമ്പനിയിൽ ഹാജരാക്കിയിരുന്നെന്ന് PS ഷംനാസ് പറയുന്നു. 1 വർഷത്തിന് ശേഷവും പണം നൽകാൻ തയ്യാറായിട്ടില്ല. സിനിമാ സംഘടനകളിലും പരാതി നൽകുമെന്നും PS ഷംനാസ് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരിലിരിക്കുന്ന ഒരു സിനിമ ഞാനറിയാതെ അതിൻ്റെ വിദേശ വിതരണാവകാശം മറ്റൊരു മൂന്നാം കക്ഷിക്ക് കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പരാതി. ഇത് വിശ്വാസവഞ്ചനയും ചതിയുമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഞാൻ പോലീസിലും അതുപോലെ കോടതിയിലും പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ വസ്തുതകളെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് നിവിൻ പോളി പ്രതികരിച്ചു. കോടതി നിർദ്ദേശപ്രകാരം ഒത്തുതീർപ്പ് ചർച്ച നടന്നു വരികയാണ്. കോടതി നിർദ്ദേശം മറികടന്നാണ് പുതിയ കേസെന്നും നിവിൻ പോളി ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, നേരത്തെ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തിക തർക്കം ഇതുപോലെ വലിയ കോടതി കയറി ഇങ്ങനെ കേസായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ നിവിൻ പോളിയുടെ സിനിമ ഈ മട്ടിൽ ആയിരിക്കുന്നു. എന്താണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ? സനീഷ, മഹാവീര്യർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സഹ നിർമ്മാതാവായിരുന്നു PS ഷംനാസ്. ആ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടൊരു ചിത്രമായിരുന്നു. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് 95 ലക്ഷം രൂപയോളം തനിക്ക് നൽകാം എന്ന് നിവിൻ പോളി ഏറ്റിരുന്നതായിട്ട് ഈ ഷംനാസ് പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമ ചിത്രീകരണം ആരംഭിച്ചതിന് ശേഷം അതിൽ ഒരു സഹ നിർമ്മാതാവായിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ള വാക്ക് നൽകിയിരുന്നു. തുടർന്ന് ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വിചാരിച്ചതിലും അധികം തുക കയ്യിൽ നിന്ന് പോയെന്നും അതിനുശേഷം സംവിധായകൻ എബ്രിഡ് ഷൈനുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഈ ഷംനാസ് പറയുന്നു. അതിനുശേഷം എബ്രിഡ് ഷൈന് താനുമായിട്ട് സഹകരിച്ച് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ആ പടത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നു. തനിക്ക് നഷ്ടമായിട്ടുള്ള 1,90,00,000 രൂപ തിരികെ നൽകിയാൽ മതി എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോളി ജൂനിയർ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ കമ്പനിയിൽ. ശരി, നന്ദി ഗോകുൽ. വിവരങ്ങൾക്ക് അടുത്ത ബുള്ളറ്റിനിൽ കൂടുതൽ വിവരങ്ങൾ തേടാം.